സഭയിൽ ശാശ്വത സമാധാനം ഉണ്ടാക്കാം എന്ന് പറയുന്ന മലങ്കര സഭയുടെ വീഴ്ചകൾ എവിടെയാണെന്ന് ചൂണ്ടിക്കാണിക്കും. ഇത് ഞാൻ പറയുന്നതിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ സമാന്തര ഭരണം രൂപപ്പെട്ടു വന്ന സഭയിൽ അവരുടെ സഭാ നേതാവ് അഭിമന്യ പിതാവ് കാലം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ശവശരീരത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിലപാടുണ്ടായിരുന്നതും മലങ്കര സഭ പോലെയുള്ള അല്ലെങ്കിൽ എതിരാളികൾക്ക് നിലപാടില്ലായിരുന്നും ഒക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് കേട്ടു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലപാടായിട്ട് മനസ്സിലാക്കിയത് വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പബ്ലിക്കായിട്ട് കേൾക്കുന്നത്. അതായത് അദ്ദേഹം തന്നെ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്, കാലം ചെയ്ത ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് ശരിയല്ല, എങ്കിൽ പോലും പറയുകയാണ് കോടതിയിൽ വെച്ച വളികളുണ്ടെങ്കിൽ കോടതിക്ക് ഇരിക്കട്ടെ, അല്ലാത്തവർ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാത്തവർ ഇരിക്കട്ടെ, ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന നിലപാടുകൾ മാത്രമേ ഞങ്ങൾക്കറിയുള്ളൂ. അത് സ്വീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല. ആ നിലപാടാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം. അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെയുള്ളതായ പരിപാടികൾ വരുമ്പോൾ ഈ കേരളത്തിൻ്റെ പൊതുജനത്തിൻ്റെ പണമെടുത്ത് മന്ത്രിമാർക്കും നിയമസഭാ സാമാജികർക്കും ഒക്കെ വിദേശയാത്ര നടത്തി ആശാവർക്കന്മാരെ പോലുള്ള പാവപ്പെട്ട ജനത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാതെ ഭരിച്ചു പോകുന്ന പ്രവണതയ്ക്ക് കാരണമാകുന്നത് എന്ന് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് വളരെ സങ്കടം കൊണ്ട് പറയുന്നതാണ്. കുറച്ച് നാളുകളായി, വർഷങ്ങളായി മലങ്കര സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനെ തച്ചുടയ്ക്കുവാൻ വേണ്ടി ഏതെങ്കിലും വിദേശികൾ വന്ന് അവരോട് കൂടെ ചേർന്ന് നിന്ന് അവർക്ക് കൊട പിടിച്ച് അനാവശ്യമായ പ്രവണതകൾ സൃഷ്ടിക്കുന്ന ഈ രീതി ഇനിയെങ്കിലും സ്റ്റോപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയുവാനായിട്ടുള്ളത്.